ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ഏറെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, വിശ്വാസികളുടെ സമൂഹമേ, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സിസ്റ്ററിൻ്റെ ആത്മകഥ വായിക്കാനിടയായി. സിസ്റ്റർ നദാലി എന്നാണ് ആ സിസ്റ്ററിൻ്റെ പേര്. സന്ദർഭവശാൽ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചതല്ല, സന്ദർഭവശത്താൽ അത് പറയുകയാണ്. അപ്പോൾ ഈ സിസ്റ്റർ ഒരു നല്ല വിശുദ്ധയായ സിസ്റ്ററാണ്. സിസ്റ്ററിനോട് കർത്താവ് സംസാരിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം, പ്രിയമുള്ളവരെ, ഈ സിസ്റ്റർ നോക്കുമ്പോൾ കാണുന്നത് കുറച്ച് വേട്ടപ്പട്ടികളെ അഴിച്ചുവിട്ട് തൻ്റെ ജോലിക്കാരെ പീഡിപ്പിക്കുന്ന യജമാനനെ കാണാൻ ഇടയായി തീർന്നു ഈ നദാലി. സിസ്റ്റർ നദാലി അത് കണ്ടിട്ട് ആകെപ്പാടെ മനപ്രയാസപ്പെട്ടു. ആ വേട്ടപ്പട്ടി ഇവരെ ഓടിക്കുകയാണ്. ഇവരോടി ഓടി തളർന്നു. വേട്ടപ്പട്ടി അവരുടെ ദേഹത്തോട്ട് ചാടിക്കേറി അവരുടെ ദേഹത്ത് കടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ യജമാനൻ മേളിൽ ഇരുന്നുകൊണ്ട് ഇത് കണ്ടുകൊണ്ട് സന്തോഷിക്കുകയാണ്. സിസ്റ്റർ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവമേ, ആ വേട്ടപ്പട്ടി ആ യജമാനൻ്റെ ദേഹത്തോട്ട് ചാടി കടിച്ച് കയറണം, അപ്പോഴേ അയാളിത് പഠിക്കത്തുള്ളൂ. ഈ പാവങ്ങളുടെ വേദന എന്താന്ന് പഠിക്കണമെങ്കിൽ ഈ വേട്ടപ്പട്ടി ആ യജമാനൻ്റെ ദേഹത്ത് വീഴണം, ചാടിക്കയറണം, എന്നാലേ പഠിക്കത്തുള്ളൂ. രാത്രി സിസ്റ്റർ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ സിസ്റ്ററിന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. സിസ്റ്റർ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ കർത്താവേ, എന്തു പറ്റി? നിനക്ക് എന്നോട് പിണക്കാണോ? ഉടനെ കർത്താവ് സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല. പക്ഷേ നദാലി, ആ യജമാനൻ ആ പട്ടി അഴിച്ചു വിട്ട് അവരെ കടിപ്പിച്ചില്ലേ, ആ യജമാനനെ എങ്ങനെ മാനസാന്തരപ്പെടുത്തണമെന്നും അതുമൂലം പീഡന അനുഭവിച്ച ആ അടിമകൾക്ക് എന്ത് പ്രതിഫലം കൊടുക്കണമെന്നും എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നീ എന്നെ സ്നേഹിക്കുന്ന നീ ആ പറഞ്ഞ വാക്കില്ലേ, അതെന്നെ കണ്ടമാനം വേദനിപ്പിച്ച്. ആ അടിമയ്ക്കുണ്ടായ വേദനയെക്കാളും അതുപോലെ യജമാനൻ ചെയ്ത ക്രൂരതയെക്കാളും എനിക്ക് ക്രൂരമായി തോന്നിയത്, ദൈവത്തിൻ്റെ പൈതലായ നീ ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ പീഡിപ്പിക്കുമ്പോൾ അയാൾ നശിക്കണമെന്ന് ആഗ്രഹിച്ചില്ലേ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേദന. നമ്മളൊക്കെ ചിന്തിച്ചു നോക്കിയാൽ പ്രിയമുള്ളവരെ, ലോകത്തിൽ യേശുക്രിസ്തു ഏറ്റവും കൂടുതലൊക്കെ വേദനിക്കുന്നത് എന്നെ നിങ്ങളെയൊക്കെ കൊണ്ടാണ്. ഒരു പാപിയെ കൊണ്ടല്ല, ഒരു കൊലപാതകിയെ കൊണ്ടല്ല, നമ്മളെ കൊണ്ടാണ് വേദനിക്കുന്നത്. കാരണം ക്രിസ്തു നമ്മളിൽ നിന്ന് ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്നതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. അതിലൊക്കെ എത്രയോ വലുത് ക്രിസ്തു എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ ഈ മാനസികാവസ്ഥയിൽ നിന്ന് ഹാബേലിന്റെ ഉയർന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറണം, ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോ മുഖം കറുത്ത്, അവന്റെ മുഖം കറുത്തു. എന്നിട്ടോ അവൻ വിപരീത വികാരങ്ങൾ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടത്? വിപരീത വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറയാനുള്ള കാരണങ്ങൾ നമുക്കറിയാം. നെഗറ്റീവ് ഫീലിങ്സ്, അതൊക്കെ അടിസ്ഥാന തിന്മകളാണ്. അഹങ്കാരം, സ്വാർത്ഥത, വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, ഭയം, ഇതെല്ലാം നമ്മുടെ അടിസ്ഥാന തിന്മകളാണ്. ഈ അടിസ്ഥാന തിന്മകളുടെ എതിരായി നാം ഒരു യുദ്ധം പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം നമ്മുടെ പ്രാർത്ഥനാനുഭവങ്ങളിൽ ഒരു ബലി സ്വീകരിക്കപ്പെട്ടവനെ പോലെ കത്തി ഉയരാൻ നമ്മളെ കൊണ്ടാവില്ല. അതാ പ്രശ്നം. അതിന് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ ബലി നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ചുരുക്കി പറഞ്ഞാൽ, ബലിപീഠത്തിൽ നടക്കുന്ന ബലിയിൽ നിന്ന് ഒരു തീ എന്നിലേക്ക് കത്തണമെങ്കിൽ എന്നിലൊരു ബലി നടക്കണം.
ആ ബലി ഓരോ ദിവസവും നടക്കണം. ഇനി അടുത്തത് അവന്റെ മുഖം വാടി. അപ്പൊ കർത്താവ് പറഞ്ഞു, കായേൻ, ബലിക്കൊക്കെ വരുന്നത് നല്ലതാ, പള്ളിയിൽ പോകുന്നത് നല്ലതാ, പ്രാർത്ഥിക്കുന്നത് നല്ലതാ, നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നത് നല്ലതാ. പക്ഷേ ഉചിതമായി പ്രവർത്തിച്ചാൽ നീ സ്വീകാര്യനാവുമായിരുന്നു. എടാ കായേൻ ഹാബേൽ സ്വീകാര്യനാകാൻ കാരണം അവൻ നോൺ വെജ് ഒന്നും കൊടുത്തത് കൊണ്ടല്ല, ആടിനെ കൊടുത്തത് കൊണ്ടല്ല, അവൻ്റെ പ്രവൃത്തികൾ ഉചിതമായ പ്രവൃത്തികളാണ്. അപ്പം 2 ടൈപ്പ് പ്രവൃത്തിയുണ്ട്. ഉചിതമായ പ്രവൃത്തിയുണ്ട്, ഉചിതമല്ലാത്ത പ്രവൃത്തിയുണ്ട്. എന്താണ് ഉചിതമായ പ്രവൃത്തി? നമുക്കെല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെയും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഉദാഹരണത്തിന് ഒരു കാപ്പി കൊണ്ട് കൊടുക്കുമ്പോൾ ഭർത്താവിന് എന്ത് ചെയ്യാം? കാപ്പി എന്ന് പറഞ്ഞ് കൊടുക്കാം. അതേ കാപ്പി തന്നെ എങ്ങനെ കൊടുക്കാം? കാപ്പി എന്ന് പറഞ്ഞും കൊടുക്കാം. ഇതിലേതാ ഉചിതമായ പ്രവൃത്തി? രണ്ടാമത് പറഞ്ഞത്. എന്താ ഇതിൻ്റെ പ്രത്യേകത? പ്രിയമുള്ളവരെ, അത് സ്നേഹത്തിൽ ചാലിച്ചാണ് ചെയ്യുന്നത്. സ്നേഹത്തിൽ ചാലിച്ച പ്രവൃത്തികളായി മാറണം. കുർബാന അങ്ങനെ അർപ്പിക്കരുത്. ഇപ്പം ഞാനിപ്പോൾ കുർബാനയ്ക്ക് കേൾക്കുന്നത് പുസ്തകമൊക്കെ എടുത്ത് വെച്ചു, എല്ലാം വെച്ചു, ഇവിടെ കൂടെ വിടി, എല്ലാം പ്രാർത്ഥിക്കാം, സമാധാനം ഉണ്ടായിരിക്കട്ടെ, നിങ്ങൾക്കെല്ലാം എനിക്ക് സമാധാനം ഉണ്ട്, എല്ലാം പറഞ്ഞ് നമ്മൾ പരിപാടി തീർന്നു. ബലി സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്നങ്ങനെ അറിയുക. പുറത്തോട്ടിറങ്ങി കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവം അതുപോലെ തന്നെ. ഈ ബലി കൊണ്ട് നമ്മളിലൊന്നും കത്തുന്നില്ല, അപ്പം എൻ്റെ ബലി സ്വീകരിക്കപ്പെട്ടില്ല. അപ്പം ബലി സ്വീകരിക്കപ്പെടണമെങ്കിൽ സ്നേഹത്തിൽ ചാലിച്ച പ്രവൃത്തികൾ ഉണ്ടാകണം. അപ്പം നമ്മളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ആ പ്രവൃത്തികളെല്ലാം സ്നേഹത്തിൽ ചാലിച്ച പ്രവൃത്തികളായിരിക്കും. അത് വരദാനങ്ങളായാലും കൃപകളായാലും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ, എന്ത് കൈകാര്യം ചെയ്യുമ്പോഴും, ആത്മീയ ശുശ്രൂഷകളായാലും ശുശ്രൂഷകരായാലും സന്യാസ ജീവൻ നയിക്കുന്നവരായാലും, നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തികളും ദൈവസ്നേഹത്തിൽ ചാലിച്ചതായി മാറണം. അതാണ് ഉചിതമായ പ്രവൃത്തി. അപ്പൊ പ്രിയമുള്ളവരെ, ദൈവം മാത്രമല്ല മനുഷ്യനും സ്വീകാര്യമായി തീരും. സ്നേഹിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യന്റെ പിന്നാലെ എന്തുമാത്രം മനുഷ്യരോടും. ഈ മദർ തെരേസ, സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. മദർ തെരേസ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ, ഈ കന്യാസ്ത്രീയെ ലോകം മുഴുവനും ആദരിക്കുകയാണ്. എന്തുകൊണ്ട് ആദരിക്കുന്നത്? ഒരിക്കൽ എന്നോട് റോമിൽ പോയ ഒരു അച്ഛൻ ഒരിക്കലൊരു സംഭവം പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ പനച്ചിക്കലച്ഛൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാനൊരിക്കൽ ഒരച്ഛനുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനൊക്കെ ഈ ജീൻസൊക്കെ ഇട്ട് ടീഷർട്ടൊക്കെ ഇട്ട് നല്ല ടിപ്പായിട്ട് നടക്കത്തുള്ളൂ, മുടിയൊക്കെ നല്ലോണം ഈ ഇങ്ങനെ കറുപ്പൊക്കെ അടിച്ച് അങ്ങനെ അച്ഛൻ നല്ല ടിപ്പായിട്ട്. പനച്ചിക്കലച്ഛനാണ് വലിയ കുടവേറും അങ്ങനെയൊക്കെ ഒരു നല്ല രീതിയിലാണ്, അച്ഛന് മുടിയൊക്കെ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അച്ഛൻ്റെ പോകും. അപ്പോൾ അച്ഛൻ ഈ കൊച്ചച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇങ്ങനെ ഈ കൊച്ചച്ഛനല്ല പ്രായമുണ്ട്, പക്ഷേ ഇങ്ങനെ ഈ ജീൻസൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ബൂട്ട്സൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അച്ഛനെ കൊച്ചച്ഛനെ പോലെ തോന്നും. അന്നേരം പറഞ്ഞ്, അതി നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ ഒരുത്തനും നമ്മളെ വേണ്ട. അതുകൊണ്ട് ആളുകളുടെ ഇടയിൽ നമ്മൾ എന്താണെന്ന് തോന്നണം, ചെറുപ്പമാണെന്ന് തോന്നിയാൽ മാത്രമേ ഈ പള്ളിക്കാർക്ക് നമ്മളെ സ്വീകരിക്കത്തുള്ളൂ. അതുകൊണ്ട് അച്ഛാ ഇച്ചിരി ടീഷർട്ടും ഒക്കെ ഇട്ട് ജീൻസൊക്കെ ഇട്ട് നടന്നാൽ ഇപ്പോഴത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇവർ രണ്ടുപേരും കൂടെ റോമിലെ ഏതോ അച്ഛന്മാരുടെ കോൺഫറൻസിന് പോയി. അപ്പോൾ കോൺഫറൻസിന് ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, അന്ന് മദർ തെരേസ അവിടെ ഈ അച്ഛന്മാരുടെ ഈ മീറ്റിംഗ് പങ്കെടുക്കുന്നുണ്ട്. അപ്പം മദർ തെരേസ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ലോകത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ വന്ന അച്ഛന്മാരൊക്കെ ഈ മദർ തെരേസ എന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങ് അവിടെ എങ്ങാണ്ട് ഗേറ്റിൻ്റെ അവിടെ മദർ തെരേസ വന്നു, ആളുകളെല്ലാം ഇടിക്കുന്നു കാണാൻ വേണ്ടി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധയാണെന്ന് പറഞ്ഞിരിക്കുന്നു, ചുക്കിച്ചുളിഞ്ഞ മുഖം, 19 വയസ്സുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ വൃദ്ധയായ ഒരു സ്ത്രീ തല മുഴുവൻ വെളുത്തിരിക്കുന്നു, പൊക്കോ ഇല്ല, കുഞ്ഞിക്കൂടിയിരിക്കുന്ന ഒരു സ്ത്രീ നടന്നു വരുമ്പോൾ പ്രിയമുള്ളൊരു ആളുകളെല്ലാം തിക്കിത്തിരക്ക്. ഈ പനച്ചിക്കലച്ഛൻ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, പ്രിയമുള്ളൊരു കൊച്ചച്ഛൻ എന്ത് ചെയ്യും ചോദിച്ചാൽ ഈ കസേരയെല്ലാം മറിച്ചിട്ട് ചാടി ഓടി എന്ത് ചെയ്യുന്നു, മദർ തെരേസ നിൽക്കുന്നിടത്ത് പോയി എത്തിവലി നിൽക്കുന്നു.
തിരിച്ചു വന്നപ്പോൾ കൊച്ചച്ഛനോട് പനച്ചേക്കലച്ഛൻ ചോദിച്ചത് എനിക്കിഷ്ടപ്പെട്ടു. അച്ഛൻ എന്തിനാ സത്യത്തിൽ ഓടിയെന്ന് ചോദിച്ചു. ഇവിടെ നിന്നാ പറയാൻ. ഉടനെ അച്ഛൻ പറഞ്ഞ്, അതെ, മദർ തെരേസയെ ഒന്ന് കാണാൻ. ഞാൻ കണ്ടിട്ടില്ലെന്ന്. ഉടനെ ചോദിച്ച്, പ്രായമായ ചുക്കിച്ചുളഞ്ഞ ഈ സ്ത്രീ സമൂഹത്തിൽ സ്വീകരിക്കപ്പെടുമെന്ന്. അപ്പോൾ കൊച്ചച്ഛൻ പറഞ്ഞു, ശരിയാണ്. ജീൻസ് അല്ല, ടീഷർട്ടല്ല, കറുത്ത മുടിയല്ല, കറുത്ത താടിയല്ല, സൗന്ദര്യം, അച്ഛൻ സൂചിപ്പിച്ചു, സൗന്ദര്യമല്ല, കഴിവുകളല്ല, മറിച്ച് കൃപയാണ് ഒരു വ്യക്തിയെ സ്വീകരിക്കാൻ കഴിവുള്ള വ്യക്തിയാക്കിയത്. മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും സ്വീകാര്യതയുള്ള വ്യക്തിയാക്കി തീർക്കുന്നത് ദൈവസ്നേഹമാണ്. ഈ തിരിച്ചറിവ് നമ്മൾ ക്രൈസ്തവർക്ക് ആഴത്തിലുണ്ടാവണം. ആഴത്തിലുണ്ടാവണം. ഇത് ക്രൈസ്തവ കുടുംബങ്ങളിലുണ്ടാവണം, ഇടവകയിലുണ്ടാവണം, ഇത് നമ്മളിലുണ്ടാവണം. ഇതാണ് ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്നേഹത്തിൽ ചാലിച്ച്, അതാണ് ഉചിതമായ പ്രവൃത്തി. ഇനി ആ സ്നേഹം അങ്ങോട്ട് പറ്റിയാലോ, കുർബാന കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു, ധ്യാനം കഴിഞ്ഞു, എന്നാലും നമ്മുടെ നാക്കിൽ നിന്ന് കുത്തുവാക്കുകൾ മാറാറുണ്ടോ? ഇല്ല. പരിഹാസം വിട്ടുപോകാറുണ്ടോ? അതുമില്ല. തരം താഴ്ത്തി മറ്റുള്ളവനെ സംസാരിക്കുന്ന പോകാറുണ്ടോ? അതുമില്ല. എന്തിനേറെ ധ്യാനത്തിന് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ എന്ത് ചെയ്യും? പ്രസംഗം കഴിഞ്ഞിറങ്ങുന്ന ധ്യാനഗുരുവിനെ തൊട്ട് തരം താഴ്ത്തി സംസാരിക്കും. വെറുതെ ഈ ധ്യാനം പോയി. ഞാൻ അട്ടപ്പാടി ധ്യാനം കൂടണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അന്നേരമാണ് കാരിസ്മോനിൽ കൂടാൻ നോക്കി. എൻ്റെ ധ്യാനവും പോയി. നമ്മുടെ ആളുകൾ പറയുന്ന കേൾക്കാം, ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും പ്രസംഗിക്കാനായിട്ട് ഇനി അച്ഛൻ വരുമെന്ന് പറഞ്ഞിട്ട് ആ അച്ഛനെ മാറി പ്രിയമുള്ള ഒരു അച്ഛനെ വൈറ്റുവേനയോ എല്ലാം വന്നു കഴിയുമ്പോൾ ഒരു കൊച്ചച്ഛനെ കയറ്റി വിടും. അത് കഴിയുമ്പോൾ പറയും, ആ കൊച്ചച്ഛൻ്റെ ധ്യാന സമയത്ത് ഒരു തീ കുറവായിരുന്നു. തീ എന്തോ ഒരു തീ കുറവുണ്ടായിരുന്നു. നമ്മൾ പറയുന്നത് കേൾക്കാം. നമ്മുടെ ആളുകളൊക്കെ അങ്ങനെയാണ്. എല്ലാം എന്ത് ചെയ്യാണ്? വിലയിട്ട് മറ്റുള്ളവരെ താഴ്ത്തി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ എളിമയിലും സ്നേഹത്തിലും താഴാഴ്മയിലുമാണ് ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരിക്കൽ ഒരു ധ്യാനം കൂടാനായിട്ട് തീരുമാനിച്ചു. വർഷത്തിൽ ഒരു പ്രാവശ്യം ധ്യാനം കൂടാൻ പോകും. അങ്ങനെ ധ്യാനം കൂടാൻ വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലെ പ്രാരംഭ ധ്യാനം കൂടുക. നമുക്കറിയാം, മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലെ പ്രാരംഭ ധ്യാനം കൂടുന്നത് കള്ളുകുടിയന്മാരും വെടിവലിക്കാരുമാണ്. ആ സമയത്ത് പ്രിയമുള്ള ഒരു വൈദികരുടെയും ഒക്കെ ഒരു വലിയ കോൺഫറൻസ് അട്ടപ്പാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രമുഖരായ മിക്കവാറും എല്ലാ ധ്യാന ഗുരുക്കന്മാരും അതുപോലെ അത്ഭുത പ്രവർത്തന വരവൊക്കെയുള്ള എല്ലാ ആളുകളും ആ സ്റ്റേജിൽ സന്നിഹിതനായിരിക്കുന്ന ഒരു വലിയ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എൻ്റെ കൂടെയുള്ള അച്ഛന്മാരെന്നോട് പറഞ്ഞു, ഞങ്ങളും ഈ സമയത്തൊരു ധ്യാനം. ഞാൻ പറഞ്ഞു, നല്ലതാണ്, ധ്യാനം കൂടെ നല്ലതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെന്നാൽ അട്ടപ്പാടിയിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ പിതാവിനോട് പറഞ്ഞ ബുക്ക് ചെയ്യട്ടെ, അങ്ങോട്ട് തന്നെ നമുക്ക് ഒന്നിച്ചങ്ങ് പോകാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞ കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത് മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രാരംഭ ധ്യാനത്തിന് പോയി പങ്കെടുക്കാനാണ് കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ പ്രിയമുള്ളവരെ ഇവരെ അട്ടപ്പാടിക്ക് വിട്ട ശേഷം ഞാൻ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ ചെന്നു. മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ള അവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ 2 ധ്യാനം നടക്കുകയാണ്. അപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിലുള്ള മുഴുവൻ ശുശ്രൂഷകർക്കും വൈദികർക്കും വേണ്ടി ഒരു പ്രത്യേക ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ 8-ാം മൈലിലെ വാളവനല്ലച്ഛനാണ് നടത്തുന്നത്. അച്ഛനെ കാണാൻ പോലും കിട്ടാത്ത ആളാണ്. അപ്പോൾ അച്ഛൻ ധ്യാനം നടത്താൻ വരുന്നു കേട്ടറിഞ്ഞ് പ്രിയമുള്ളവരെ ആളുകൾ കൂടി അവിടെ 250-300 പേരുടെ ധ്യാനം നടത്താൻ നോക്കിയിട്ട് അത് 800 പേര് 1000 പേരായിരിക്കുകയാണ്. അതുകൊണ്ട് പ്രാരംഭ ധ്യാനം നടത്തുന്ന എല്ലാ പ്രധാനപ്പെട്ട ശുശ്രൂഷകരും പ്രമുഖ വചന പ്രഘോഷകരും എല്ലാം മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ പ്രിയമുള്ളവർ ഈ ധ്യാനത്തിന് പങ്കെടുക്കുകയാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ രജിസ്ട്രേഷൻ്റെ സമയത്ത് എന്നോട് ചോദിച്ചു, പിതാവ് അപ്പം ഈ അച്ഛൻ്റെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്നായിരിക്കും അല്ലേ, വാണവല്ലനച്ഛൻ്റെ? അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അങ്ങനെ ഒരു ധ്യാനമുണ്ട്. ഇനി കർത്താവ് ഇനി അതിനാണോ എന്നെ ഇങ്ങോട്ട് വിട്ടത്? 8-ാം മൈലിൽ പോകാൻ കൂടാത്തതിനാണ് ഇനി ഇവിടെ കൊണ്ടുവന്ന് കർത്താവിന് നമുക്കറിയാമല്ലോ. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ഏത് ധ്യാനമാണ് കൂടേണ്ടത്? കർത്താവ് എന്നോട് പറഞ്ഞു, നീ പ്രാരംഭ ധ്യാനം നടക്കുന്ന സ്ഥലത്ത് പോയി അവിടെ ധ്യാനം കൂടണമെന്ന് അച്ഛനോട് പറയാം. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക്
പ്രാരംഭ ധ്യാനം ആണ് ഞാൻ. ഓക്കെ, അപ്പോൾ അത് രജിസ്റ്റർ ചെയ്തു. ഞാൻ അവിടെ പോയി. അപ്പുറത്തെ സൈഡിൽ വലിയ ധ്യാനം നടക്കുന്നു. വലിയ അഭിഷേകത്തോടു കൂടി ആ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേട്ടറിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴേക്കും ആളുകൾ അതിൻ്റെ ഇരട്ടിയായി. മൂന്നാം ദിവസമായപ്പോൾ 3 ഇരട്ടിയായി ഇവിടെ ആളുകൾ. ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് ചെന്നിരുന്ന് ധ്യാനം തുടങ്ങി. ആദ്യത്തെ പ്രസംഗം പറയാൻ വരുന്നത് അവിടുത്തെ ബിജു അച്ഛൻ എന്ന് പറയുന്ന അച്ഛനാണ്. അച്ഛനാണെങ്കിൽ വളരെ സ്വരം താഴ്ത്തി വളരെ ഗഹനമായ കാര്യങ്ങൾ മാത്രമേ അച്ഛൻ പറയത്തുള്ളൂ, തമാശയെ പറയാറില്ല. അതുകൊണ്ട് ചിരിക്കാൻ ഒരു വകയില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഞാൻ പറയുന്ന പോലെ തൊണ്ട തുറന്നൊന്നും പറയുന്നില്ല. അച്ഛൻ വളരെ ശാന്തമായിട്ടാണ് പ്രസംഗം. നന്നായി വായിക്കും, നന്നായി പ്രസംഗം. പ്രിയമുള്ളവരെ, അച്ഛൻ പറഞ്ഞ 2ാമത്തെ വചനം എൻ്റെ ചങ്കിനകത്തോടെ കയറിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ എന്തിനാ ധ്യാനം കൂടാൻ കൂടെ. നീ പോന്ന വഴികൾ നീ അടയാളപ്പെടുത്തുക. ഇത്രയും ഉണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു, നീ പോകുന്ന വഴികൾ അടയാളപ്പെടുത്തുക. ധ്യാന കേന്ദ്രത്തിൻ്റെ സ്റ്റേജിൻ്റെ സൈഡിൽ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, നിൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളിലെ വഴികളെല്ലാം നീ ഓർത്തേ. പ്രിയമുള്ളവരെ, അക്ഷരാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഞാനിവിടെ നിന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നോട് കാണിച്ച കാരുണ്യം, എൻ്റെ ബലഹീനതയിൽ എന്നെ താങ്ങിയ വഴികൾ, എൻ്റെ പാപങ്ങളോട് ദൈവം കാണിച്ച കാരുണ്യം, അർഹിക്കാത്തത് നൽകി ദൈവം എന്നെ വളർത്തിയ വഴികളൊക്കെ ഓർത്ത് ഞാൻ അവിടെ ഇരുന്ന് പശ്ചാത്താപത്തോടെ കരഞ്ഞു. ദൈവസ്നേഹത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് അഭിഷേകം തരാൻ ആഗ്രഹിക്കുന്നത് എന്നെ ധ്യാനം കൂടണമെന്നില്ല. അപ്പൊ ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ അഹങ്കാരം. നമ്മൾ നബൂഖദ്നേസർ രാജാവിനെ കുറിച്ചൊരു കാര്യമുണ്ട്, ഒരു വചനം പറയാറുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 4-ാം അധ്യായം 29. അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. മട്ടുപ്പാവി കയറി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ചുമ്മാ അങ്ങനെ ചിന്തിച്ച്, സത്യത്തില് എൻ്റെ ഈ രാജകീയ പ്രതാപത്തിൽ ഞാൻ ഉണ്ടാക്കിയതല്ല ഇതെല്ലാം, വെറുതെ പറഞ്ഞതാ. നമ്മളൊക്കെ പറയുന്ന വാക്കാ, എൻ്റെ കഷ്ടപ്പാട്, എൻ്റെ പ്രയാസമല്ല ഇതൊക്കെ. പ്രിയമുള്ളവരെ, അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നതാണ്, അദ്ദേഹത്തിൻ്റെ നാക്കേന്ന് വാക്ക് പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഒരു ദൈവസ്വരമുണ്ടായി. അയാൾക്ക് കേൾക്കാൻ ഭാഗ്യം കിട്ടിയെങ്കിൽ അതൊരു ഭാഗ്യം. നമുക്ക് പലപ്പോഴും നമ്മളൊത്തിരി അങ്ങോട്ട് പറയാറുണ്ട്, തിരിച്ച് അതിനെക്കുറിച്ച് സ്വർഗം പറയുന്ന കമന്റ് നമുക്ക് കേൾക്കാൻ പറ്റാറില്ല. നമ്മുടെ ജീവിത പരാജയത്തിൻ്റെയും അഭിഷേകം നഷ്ടപ്പെടാനും കാരണം അതാണ്. എന്താണെന്നറിയോ? പറഞ്ഞു, നിന്റെ രാജ്യം ഇതാ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. നീ ഒരു മൃഗത്തെ പോലെ പുല്ല് തിന്നുന്നവനായി മാറാൻ പോവുകയാണ്. നിനക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാ? ഒറ്റ വാക്ക്, ഒരു മനോഭാവം. കണ്ടോ? നമ്മുടെ ചില വാക്ക്, നമ്മുടെ ചില നിലപാടുകൾ, നമ്മുടെ ചില കാഴ്ചപ്പാടുകൾ നമുക്ക് ദൈവം തന്ന അനേകം ദൈവിക അനുഗ്രഹങ്ങളെ തന്നെ ഇല്ലാതാക്കി കളയാറുണ്ട്. നഷ്ടപ്പെട്ടെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, പലതും പോയി. ഒരു ഒറ്റ പ്രവൃത്തിയിൽ, ഒരു സ്നേഹരഹിതമായ പ്രവൃത്തിയിൽ എല്ലാം പോയെന്നറിയുന്നത് പിന്നെയാണ്. ശിംശോനെ പോലെ, ശിംശോന്റെ ഒരു പ്രവൃത്തിയിൽ എല്ലാം പോയി എന്ന് അവൻ അറിഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം. പക്ഷേ അവൻ തിരിച്ചറിഞ്ഞു. എപ്പോഴാണ്? അവനെ പിടിച്ചു കെട്ടിയപ്പോ, അവൻ പരാജയപ്പെടാൻ തുടങ്ങിയപ്പോ, അവൻ തളരാൻ തുടങ്ങിയപ്പോ അവൻ മനസ്സിലായി. അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. ദാനിയേലിന്റെ കാര്യം എങ്ങനെയാണെന്നറിയോ? ദാനിയേൽ ഒരു ദർശനം കണ്ട ദാനിയേൽ, പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചു. അപ്പോ ദാനിയേലിന് കിട്ടിയ ദൈവിക ഉൾക്കാഴ്ച എന്താണെന്നറിയോ? യുദ്ധം ഉണ്ടാവുമെന്ന് മനസ്സിലായ ദാനിയേൽ അന്നേരം തന്നെ 21 ദിവസം ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു. ഉപവാസം അങ്ങോട്ട് തുടങ്ങി. 21ാമത്തെ ദിവസം ദാനിയേൽ നിൽക്കുമ്പോൾ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദാനിയേലേ, ശരിയായ അറിവിന് വേണ്ടി നീ എളിമപ്പെടാൻ തുടങ്ങിയ ദിവസം മുതൽ 21 ദിവസം മുമ്പ് നീ ഒരു യുദ്ധം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയില്ലേ? ഭക്ഷണം വേണ്ടെന്ന് വെച്ചില്ലേ? അന്നു മുതല് നിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ കേട്ടിരിക്കുന്നു.
നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ദാനിയേൽ ചോദിച്ചാണ്, അന്ന് കേട്ടതാണ്, പിന്നെ 21 ദിവസം എടുക്കുമോ സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ ഭൂമിയിലെത്താൻ? പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ എനിക്കെതിരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്റെ പ്രാർത്ഥന മുകളിലെത്തി. ഞാൻ കാവൽ ദൂതനോട് യുദ്ധം ചെയ്യാൻ വേറൊരു മാലാഖയെ കേൾപ്പിച്ചിട്ട് നിന്റെ അടുത്ത് 21 ദിവസം കഴിഞ്ഞ് വന്നു. കണ്ടോ, ഒരു വ്യക്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം പ്രാർത്ഥന കേൾക്കും. പിശാചിനെയും അവൻ്റെ സൈന്യത്തെയും എല്ലാം കീഴടക്കാൻ ദൈവം മാലാഖമാരെ നിയോഗിക്കും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും, നമുക്ക് ഉത്തരം നൽകും. സമയമെടുക്കും, കാത്തിരുന്നാൽ മതി. എല്ലാം ദൈവം ചെയ്തോളും, നമ്മൾ അറിയണ്ട. പക്ഷേ നമ്മുടെ അടിസ്ഥാന തിന്മകൾ വിട്ട് ഒരു ദാനിയേലിനെ പോലെ എളിയവനായി തീരണം. ദാനിയേലേ, ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ എപ്പോഴാണോ എളിമയോടെ സമർപ്പിക്കാൻ തുടങ്ങുന്നത്, അന്ന് മുതൽ കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉചിതമായിട്ട് പെരുമാറാൻ തീരുമാനിക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ, എൻ്റെ തമ്പുരാനെ, ഞാനൊരു മഹാപാപിയാണ്, എൻ്റെ ഒരു നന്മ കൊണ്ടും അല്ല എൻ്റെ ജീവൻ നയിക്കുന്നത്, നിൻ്റെ കൃപ കൊണ്ടാണ്. അങ്ങനെ പറയാൻ പറ്റണം ഈ ബലിപീഠത്തിൻ്റെ മുമ്പിൽ. ഇനി നല്ല വാക്കുകൾ മറ്റുള്ളവരോട് പറയാമല്ലോ, മറ്റുള്ളവരോട് ക്ഷമിക്കാമല്ലോ, ഉചിതമായ പ്രവർത്തികൾ, സൗമ്യമായി പെരുമാറാമല്ലോ, പുഞ്ചിരിയോടെ പെരുമാറാമല്ലോ. നമുക്ക് ഒരാളെ നോക്കി ഒന്ന് ചിരിച്ചാൽ സത്യത്തിൽ ഉചിതമായ ഒരു പെരുമാറ്റം. അപ്പോൾ നമ്മളിപ്പോൾ കാരിസ് ഭവനിലേക്ക് കയറി വരുന്നു, ഇവിടുത്തെ ഒരു ശുശ്രൂഷകൻ ചിരിച്ചുകൊണ്ട് നമ്മുടെ അടുക്കിലേക്ക് വരും. എവിടുന്നാണ് വരുന്നത്? നമുക്ക് എന്തോ ഒരാശ്വാസം. ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകും. ഹാബേലിൻ്റെ മുമ്പിൽ മാത്രമല്ല, നീ പോകുന്നിടത്തെല്ലാം. അപ്പം നിനക്കും കിട്ടും അഭിഷേകം, നിനക്കും കിട്ടും പരിശുദ്ധാത്മാവിൻ്റെ കൃപ, നിനക്കും കിട്ടും വരദാനം, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നീ നിന്റെ പ്രവർത്തികളുടെ മണ്ഡലം, നിന്റെ ആന്തരിക മനുഷ്യൻ ഇതാ ഉചിതമായ ഒരവസ്ഥയിലേക്ക്, സ്നേഹത്തിൽ ചാലിച്ച ഒരവസ്ഥയിലേക്ക് രൂപാന്തരം പ്രാപിച്ചു കഴിയുമ്പോൾ നീയും ഇതാ ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും സ്വീകാര്യനാകും. ഇല്ലെങ്കിലോ ദൈവം നൽകിയിരിക്കുന്ന സകല കൃപാവരങ്ങളും സകല അഭിഷേകങ്ങളും നമുക്ക് പ്രിയമുള്ളവരെ പ്രവർത്തിക്കാൻ പറ്റുകയല്ല, നഷ്ടമാകും. ഒരു ദൈവകൃപയുള്ള ഒരു ദൈവ പൈതൽ അവന് ശുശ്രൂഷ ആരംഭിച്ച് അവന് സ്നേഹിക്കാൻ പറ്റുന്നില്ലെന്ന് വിചാരിച്ചു, അടുത്തിരിക്കുന്നവനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ധ്യാനകേന്ദ്രമാണെന്ന് വിചാരിച്ചു. ഈ ധ്യാനകേന്ദ്രത്തിൽ ഇപ്പോൾ അനേകം ദൈവമക്കൾ ശുശ്രൂഷിക്കുന്നുണ്ട്. ഒരാളെ എടുക്കാം, നമുക്ക് ഒരാൾ ഇവിടെ ശുശ്രൂഷിക്കുക. കൂടെ നിൽക്കുന്ന ഒരാളോടും നന്നായിട്ട് പെരുമാറാൻ പറ്റുന്നില്ല. എല്ലാത്തിനും നിങ്ങൾ എന്നെ കാണിക്കുന്നത് അഭിഷേകമുള്ള രീതിയാണ് കാണിക്കുന്നത്, ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഇങ്ങനെയാണ് അച്ഛന്മാരോട് പെരുമാറുന്നത്. എല്ലാവരോടും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ശുശ്രൂഷകനെ അവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? ഇല്ല. ബാക്കി ശുശ്രൂഷകരെല്ലാം കൂടെ ചെയ്ത് എന്നാ ചെയ്യും? എങ്ങനെയെങ്കിലും ഇവനെ പാര വെച്ച് ഇവിടെ നിന്ന് ചാടിക്കാൻ നോക്കും. കണ്ടോ, ഉചിതമായ പ്രവൃത്തിയാണെങ്കിലോ ഒരു ശുശ്രൂഷകൻ രോഗിയായി കിടക്കുന്നു, ഫോണിൽ വിളിച്ച്, ഹലോ ചാക്കോച്ച, കണ്ടില്ലല്ലോ, എന്നാ പറ്റി? പനിയായിട്ട് കിടക്കുകയായിരുന്നു, എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. പ്രിയമുള്ളവർ, എന്ത് സന്തോഷമായിരിക്കും പിന്നെ കാണുമ്പോൾ. ഞാൻ രോഗിയായി കിടന്നപ്പോൾ എന്നെ ഒന്ന് വിളിച്ച, എന്നെ സ്നേഹിച്ച, എന്നെ കരുതിയ, കണ്ടോ, സ്വീകാര്യനാകും. എല്ലാവരുടെ മുമ്പിൽ സ്വീകാര്യനാകും. അങ്ങനെയാണ് സ്വീകാര്യനാകേണ്ടത്, അങ്ങനെയാണ് നമുക്ക് സ്ഥാനമാനമൊക്കെ കിട്ടേണ്ടത്. ഇല്ലെങ്കിലോ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതുക്കൽ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ പാപം വാതുക്കൽ നിൽപ്പുണ്ട്, പെട്ടെന്ന് നമ്മളെ വീടിച്ചു കളയും. അപ്പോ പാപം വാതുക്ക് നിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിലുണ്ടെന്ന് അർത്ഥം. എന്താണ്? ഏതൊക്കെ രീതിയിലാണ്? നമ്മൾ മറ്റുള്ളവരെ ചിലപ്പോൾ മുറിപ്പെടുത്തുന്ന സ്വഭാവം കാണും. പെട്ടെന്ന് മുറിവേറ്റവൻ നമുക്ക് ശത്രുവായി മാറും. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പെട്ടെന്ന് മുറിവേക്കുന്ന വ്യക്തിയാണ്. അഹങ്കാരിയാണ്, പെട്ടെന്ന് മുറിവേക്കും, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. പിന്നെ പെട്ടെന്ന് ബന്ധങ്ങളെല്ലാം തകരും. പിന്നെ കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് പാപം നമ്മുടെ അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേകത എന്നറിയാം, ഇനി എന്നെ എടുക്കാനാണ് പള്ളിയിൽ പോകുന്നത്, കൂട്ടായ്മയിലേക്ക് ഇനി ഇല്ല, ഇങ്ങനെയുള്ള തോന്നലുകൾ നമുക്ക് വരാൻ തുടങ്ങി. ഇതാ ലക്ഷണം. പിന്നെ പരദൂഷണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അവരങ്ങനെ പറഞ്ഞത് നീ കേട്ടില്ലായിരുന്നു പറയാൻ തുടങ്ങും. പരദൂഷണം. പിന്നെന്താണ്? മറ്റുള്ളവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മനസ്സിൽ വെച്ചാൽ കളയാതെ വെച്ചോണ്ടാണ് കണ്ടിരിക്കും.
പാപം പതിയിരിപ്പുണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. പിന്നെ മനസ്സ് തുറന്ന് എന്നാ ഒന്ന് പറഞ്ഞേക്കാം, അച്ഛനുമായിട്ടൊരു വിഷമം ഉണ്ടായി, അച്ഛൻ എന്നെ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? തുറന്നു പറയാൻ തോന്നുകയില്ല. അച്ഛൻ എന്നോട് പിണക്ക, അവർക്ക് എന്നോട് പിണക്കവാ, അല്ലെ പള്ളിക്കാർക്ക് എന്നോട് പിണക്ക. നമ്മളെന്ത് ചെയ്യും? അകന്നു മാറുന്നു. ഇതൊക്കെ പാപം പതിയിരിപ്പുണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അതൊക്കെ നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. അനാശാസ്യ ബന്ധങ്ങളിലൂടെ, ആവശ്യമില്ലാത്ത ചില അറ്റാച്ച്മെൻറ്റുകളിലൂടെ, ഫേസ്ബുക്കും വാട്സപ്പും വഴിയുള്ള ചില കൊച്ചു കൊച്ചു ബന്ധങ്ങളിലൂടെ, പിന്നെ അനാവശ്യമായ ഫോൺ വിളികളിലൂടെ, സുഖങ്ങൾ തേടിയുള്ള കേൾവിയും കാഴ്ചയും സന്തോഷങ്ങളിലൂടെയൊക്കെ, ചിലരോടുള്ള അമിതമായ പൊസസീവ്നെസ്സിലൂടെ ഒക്കെ, പ്രിയമുള്ളവരെ, എത്ര ധ്യാനം കൂടിയാലും മാറാതെ പാപം ഇങ്ങനെ പതിയിരിക്കുകയാണ്. നീ അതിനെ കീഴടക്കണം. എങ്ങനെ കീഴടക്കാൻ പറ്റുക പാപത്തെ? നല്ലവണ്ണം തുറന്ന് പുരോഹിതന്റെ മുമ്പിൽ പോയി കുമ്പസാരിക്കണം പാപത്തെ കീഴടക്കാൻ. രണ്ടാമതാ, ആവശ്യമായ ഉപദേശങ്ങളും കൗൺസിലിങ്ങും ഒക്കെ സ്വീകരിക്കണം. കൗൺസിലിംഗ് ചെയ്താൽ പോരാ, സ്വീകരിക്കണം. പറയുന്ന ഉപദേശം അപ്പാടെ സ്വീകരിക്കണം. പിന്നെ പ്രശ്നങ്ങളൊക്കെ തീരണമെന്ന് നമുക്ക് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടാകണം. നമ്മുടെ വിളിയെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. പിന്നെ പാപ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിച്ച് കഴിയുമ്പോൾ പാപം കീഴടങ്ങും. പ്രിയമുള്ളവരെ, ബലി സ്വീകരിക്കപ്പെടുന്നതിൻ്റെ അടയാളം എന്താണെന്നറിയോ? ഇതാ ബലിപീഠത്തിൽ നിന്ന് പോകുമ്പോൾ ബലിവസ്തു തീക്കനലായി മാറും. നമ്മളൊരു തീക്കനലായിരിക്കും. നമ്മൾ ചെന്ന് ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ ആളുകൾ പറയും, അവക്ക് ഈ കൺവെൻഷനിലൂടെ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. നമുക്കും പോകണം കാരീസ് ഭവനിൽ, നമുക്കും പോകണം ധ്യാനം കൂടാൻ. എത്രയോ പേരാണ് വ്യക്തികളുടെ മാറ്റം കണ്ട് ധ്യാനത്തിന് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കൺവെൻഷൻ പൂർത്തിയാക്കുമ്പോൾ നിങ്ങളൊരു കനലായി മാറണം. ബലിവസ്തുവിന്റെ മേൽ അഗ്നി ഇറങ്ങി ബലിവസ്തു തീക്കനലായി തീരുന്നിടത്താണ് ബലി പൂർണ്ണമായി സ്വീകരിക്കപ്പെട്ടു എന്നതിൻ്റെ അടയാളം. ബലിവസ്തു ചാമ്പലാകണം, കത്തിച്ചാമ്പലാകണം. നമ്മളിലെ പാപവും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ആന്തരിക മുറിവുകളുമെല്ലാം കത്തിച്ചാമ്പലായി, ഇനി എനിക്കൊന്നും വേണ്ട, കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം മാത്രം മതി, അത് മാത്രമേ ഇനി എന്നിലുള്ളൂ എന്ന മനോഭാവത്തോടെ നമ്മളങ്ങോട്ട് ഇറങ്ങിക്കേ. പ്രിയമുള്ളവരെ, ഇതാ സ്വീകരിക്കപ്പെട്ട ബലിയുടെ അടയാളമായ സ്നേഹം പടരാൻ തുടങ്ങുമ്പോൾ, ചൂട് പടരാൻ തുടങ്ങുമ്പോൾ ചുറ്റുപാടുമുള്ളവരുടെ കത്താൻ തുടങ്ങും. അങ്ങനെ നിങ്ങളുടെ സമൂഹത്തെ കൃപയുടെ അഭിഷേകം കൊണ്ട് കത്തിക്കുന്ന ഒരു മകനായി മാറാനുള്ള വിളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കായേന്യ മനോഭാവം, വെറുപ്പിൻ്റെ മനോഭാവം, സ്നേഹരാഹിത്യത്തിൻ്റെ മനോഭാവം നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ.